പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെളുത്ത മുട്ടക്കറിയാണ് കേട്ടോ. വെള്ള മുട്ടക്കറി എന്നൊക്കെ പറയത്തില്ല, അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി കൂടി പോരുത് കേട്ടോ. കൂടുമ്പോൾ അതിൻ്റെ മണം വേറെ ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് വെളുത്തുള്ളി കുറച്ചെടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരല്പം എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് എണ്ണ ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്ന് ഒരു ലൈക്കൊക്കെ തരാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകും നമ്മൾ ചേർക്കുന്ന കുരുമുളകിൻ്റെ ആ എരിവാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ആ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, സ്നേഹിക്കുന്നതിനൊക്കെ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഒരുപാട് ലൂസായിട്ട് വയ്ക്കരുത്. ഇനി ഇതിലേക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കാം. ഇനി ഇവിടെ ഇതിലേക്ക് ഞാൻ 4 മുട്ട എടുത്ത് പുഴുങ്ങി അത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, വെളുത്തുള്ളി കൂടി ആ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരിക്കലും കൂടുതൽ എടുക്കാതിരിക്കുക. 2-3 അല്ലി വെളുത്തുള്ളി മതിയാവും. ഒരുപാട് എടുക്കരുത് വെളുത്തുള്ളി. അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു മുട്ടക്കറി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് പെട്ടെന്നൊരു ലൈക്ക് അടിച്ചോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.